കുറച്ച് പഴുത്ത ചക്കയാണേ. ഇത് ഞാൻ ആദ്യമായിട്ടൊന്ന് ട്രയൽ ചെയ്ത് നോക്കുവാണേ. ഇത് പറ്റുമോ, ഉണങ്ങി എടുത്തു കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് പോലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നൊന്ന് ശ്രമിച്ച് നോക്കുകയാണ്. ഞങ്ങളുടെ മക്കൾ സൗദിയിലാണേ. അന്നേരം അവർക്ക് ഭയങ്കര വില കൊടുത്തൊക്കെ വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ കിട്ടാനായിട്ട് പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് ഈ വർഷം ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ചക്കയുള്ളതുകൊണ്ട് ഒന്ന് ശ്രമിച്ച് നോക്കുകയാണ്. ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കൊടുത്തു വിടാമെന്നോർത്ത്. ഇത് ഒരു 4-5 ദിവസം വെയിൽ കൊള്ളിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. സക്സസ് ആവുകയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ്. ഇതിനി ഒരു കനം കുറഞ്ഞ തുണി വെച്ചിട്ട് മൂടി വെക്കണം. ചക്കപ്പഴമായതുകൊണ്ട് ഈച്ച വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഒരു 4-5 ദിവസം കഴിഞ്ഞ് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. നമ്മൾ ഉണങ്ങാനായിട്ട് വെച്ച പഴുത്ത ചക്ക 3 ദിവസം ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്താ ഇങ്ങനായേ ചുരുങ്ങി വന്നു. ഇതിപ്പോൾ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ആ ചക്കപ്പഴത്തിൻ്റെ മധുരമൊന്നും വലുതായിട്ട് കാണാനില്ല. പിന്നെ ഒരു വഴുക പരുവത്തിലിരിക്കുകയാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് ടേസ്റ്റി ആക്കി എടുക്കുന്നതിന് വിളയിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങ, ഒരു 2-3 സ്പൂൺ തേങ്ങ, ശർക്കര, ഒരു 100-150 ഗ്രാമോളം ശർക്കരയുണ്ട്. പിന്നെ പറങ്ങാണ്ടി നടുവേ മുറിച്ചത്, മുന്തിരിങ്ങ, ഉണക്കമുന്തിരിങ്ങ, നെയ്യ്, ചുക്കുപൊടി, കറുത്ത എള്ള്, ജീരകപ്പൊടി. ഇത്ര സാധനങ്ങൾ വെച്ച് നമുക്ക് ഈ ചക്കയൊന്ന് വഴറ്റിയെടുക്കാം, വിളയിച്ചെടുക്കാം. അങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ആദ്യമായിട്ട് നമുക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാമേ. ശർക്കരപ്പാനി തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ചരുവത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരുപാടൊന്നും വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ശർക്കര അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് അലിയിച്ചെടുക്കണം. ശർക്കര ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശർക്കര നന്നായിട്ട് അലുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട. ഈ സമയം നമുക്കിങ്ങ് വാങ്ങിയെടുക്കാം. എന്നിട്ട് വേറൊരു പാത്രം വെക്കാം. നമുക്ക് ചക്കപ്പഴം വിളയിച്ചെടുക്കുന്നതിനായിട്ട് ഈ പാത്രം വെച്ചു. പാത്രം ഒന്ന് ചൂടായിട്ട് വരട്ടെ. പാത്രം നന്നായിട്ട് ചൂടായി. നമുക്കിനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.25 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യൊന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാമേ. ഒന്ന് ചുമന്ന് വരട്ടെ. നമ്മുടെ തേങ്ങ നന്നായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ശർക്കരപ്പാനി അരിച്ചൊഴിച്ചു കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉണക്കി വെച്ചിരിക്കുന്ന ഈ പഴുത്തയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ. ഈ ശർക്കരപ്പാനിക്കകത്തൊന്ന് കുതിർന്ന് ഈ ചക്കയൊന്ന് അലിഞ്ഞു വരട്ടെ. ഈ ശർക്കരപ്പാനി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമേ. ചക്ക ശർക്കരപ്പാനിയിൽ നന്നായിട്ട് വഴന്നു വരുന്നതിനായിട്ട് നമുക്ക് വേറൊരു അടുപ്പത്തോട്ട് വെക്കാം. ഈ അടുപ്പത്ത് വേറെ നമുക്കിനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ചൂടായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക്
പറങ്ങാണ്ടി ഒന്ന് മൂക്കാനായിട്ട് ഇടാം. പറങ്ങാണ്ടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരിങ്ങായും കൂടെ ചേർക്കാം. നമ്മുടെ ചക്ക ശർക്കര പാനിക്കകത്ത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒറ്റ നൂൽ പരുവം ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഈ ചൂടിലെ മുന്തിരിങ്ങ മൂത്തോളും നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത്രയും എള്ളിട്ട് കൊടുക്കാം. ഏകദേശം 1 സ്പൂണോളം ഉണ്ട്. ഇത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്ന എള്ളാണ്. ഇതിനകത്ത് കല്ലും മണ്ണും പൊടിയൊന്നും ഇല്ല. ഇനി എള്ളൂടെ ഒന്ന് മൂത്ത് വരട്ടെ. ഈ വറുത്ത് വെച്ചിരിക്കുന്ന എള്ളും മുന്തിരിങ്ങയും പറങ്ങാണ്ടിയും കൂടെ നമുക്ക് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ചക്കപ്പഴത്തിലോട്ട് ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചുക്കുപൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത്രയും ചുക്കുപൊടി നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 സ്പൂണോളം, അര സ്പൂണോളം ജീരകപ്പൊടിയും കൂടെ ചേർത്തു. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. നല്ല മണമൊക്കെ വരുന്നു. ചക്കപ്പഴത്തിന്റെ മണവും ചുക്കിന്റെ മണവും ജീരകപ്പൊടിയുടെ മണവും എല്ലാം കൂടെ വരുന്നുണ്ട്. നല്ല ഒരു കൊതിപ്പിക്കുന്ന മണമാണ്. ഇനി ഇതിന്റെ പാകം ഒന്ന് ഞാൻ നോക്കിയിട്ട് പറയാമേ. ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ചക്കച്ചോള കുതിർന്നു വരുന്നതേ ഉള്ളൂ. ഇനി കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം വിളയിച്ചത് നമുക്ക് കഴിക്കാൻ സാധിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് കൂട്ടിനകത്ത് ഇതും കൂടെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ചക്കപ്പഴത്തിൻ്റെ ഫ്ലേവറിലുള്ള കൊഴുക്കട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അടയുണ്ടാക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പി നമുക്ക് വേറൊരു ദിവസം കാണാം. ചക്കപ്പഴം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് വിളയിച്ച് വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴം വിളയിച്ചത് കഴിക്കാൻ പറ്റും.